വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് K സുധാകരന്റെ മൊഴിയെടുക്കും. NM വിജയൻ കത്തെഴുതിയത് K സുധാകരനാണ് എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നടപടി. M കമൽ നമുക്കൊപ്പം വയനാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, 2021 തന്നെ K സുധാകരനെ ഈ വിഷയങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് NM വിജയൻ കത്ത് അയച്ചിരുന്നു. ആ കത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിന് K സുധാകരൻ കുടുങ്ങിയാൽ എല്ലാവരും കുടുങ്ങേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞതും ഓർമ്മയുണ്ട്. ആ മൊഴി പോലീസിനും നൽകേണ്ടി വരുമോ? ആര്യ, അന്വേഷണ സംഘം പറയുന്നത് ഇത് സ്വാഭാവികമായ ഒരു നടപടി മാത്രമാണ് എന്നുള്ളതാണ്. കാരണം കെ സുധാകരനാണ് കത്ത് എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തെയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കത്ത് കിട്ടിയിട്ടുണ്ടോ, അത് എപ്പോൾ കിട്ടി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിവരം ശേഖരിക്കേണ്ടതുണ്ട്. കാരണം പോലീസിന് ലഭിച്ചിരിക്കുന്ന കത്ത് തന്നെ 2022 കത്താണ്. അത് അന്നേ ലഭിച്ചിരുന്നോ അല്ലെങ്കിൽ NM വിജയന്റെ മരണത്തിന് ശേഷമാണോ ഈ കത്ത് ലഭിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സുധാകരനിൽ നിന്ന് വിവരം തേടേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്ന തീയതി പിന്നീട് തീരുമാനിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും കേസിലെ മറ്റൊരു പ്രതിയായ മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥിനെയും ഇന്നലെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഈ NM വിജയൻ എഴുതിയ മറ്റൊരു കത്ത് കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഒരു റഫ് ഡ്രാഫ്റ്റ് ആണെന്നാണ് പോലീസ് കരുതുന്നത്. അതിൽ കുറെ വെട്ടും തിരുത്തൊക്കെയുണ്ട്. അത് പകർത്തിയാണ് യഥാർത്ഥ കത്ത് എഴുതിയത് എന്ന ധാരണയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത്. ഈ ഗോപിനാഥന്റെ വീട്ടിൽ നിന്ന് ചില രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ള രേഖകളല്ല, പക്ഷേ അന്വേഷണത്തെ സഹായിക്കുന്ന രേഖകൾ എന്നാണ് പറയുന്നത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ചേർന്നാണ് ഇപ്പോൾ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ആര്യ.